എല്ലാവർക്കും സൈനാസ് ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പോയോണ്ടിരിക്കുന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് 25 ബസ് കയറി നേരെ ഗോൾഡ് സൂക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്കുള്ള ബസ് കയറണം. അപ്പോൾ നമ്മൾ പോണത് തന്നെ IT പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതവിടെ സെയിൽ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരണം. സൺഡേ ഹോളിഡേ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ പ്ലാനൊക്കെ പാടുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പോൾ അതെ. അപ്പോൾ ഇത് നല്ല വെയിലുണ്ട് ഔട്ട്ഡോർ. പിന്നെ നമ്മൾ വിചാരിച്ചു ലൈസൻസ് എടുത്താൽ മതിയെന്ന്. പക്ഷേ ലൈസൻസ് എടുക്കാൻ കയ്യിൽ മണി വേണമെന്ന് അറിയില്ല. എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്നുകിൽ അൺലിമിറ്റഡ് വെച്ചാണ്ട് എടുക്കുക, വണ്ടി ഓട്ടം അറിയില്ല എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ലെക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നോർമൽ പാക്കേജ് എടുക്കുക. അപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് എടുക്കുള്ളൂ. പക്ഷേ കൈക്കിൽ മണി ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പം വാ, നമ്മൾ 25 ബസ് വരാൻ നിൽക്കേണ്ട. അതിൽ കയറിയിട്ട് നേരെ ഗോൾഡ് സൂക്കിലാക്കണം. അവിടെ നിന്ന് ഏത് ബസ്സാണെന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, അതായത് എൻ്റെ വീഡിയോസ് ആരാ എടുക്കാറ്, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആരാ ചെയ്യാറെന്ന്. എല്ലാം ഓൾ ഇൻ ഓൾ ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യണതും ഞാൻ, എഡിറ്റ് ചെയ്യണതും ഞാൻ, പോസ്റ്റ് ചെയ്യണതും ഞാൻ. ഇഷ്ടം ഒരാളില്ല. കാരണം എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം എല്ലാ വീഡിയോയിലും ഞാൻ മാത്രമേ ഉള്ളൂ. ഫാമിലി ഉള്ള സമയത്ത് ജസ്റ്റ് അവർ അതിൻ്റെ ഉള്ളിൽ വരും എന്നല്ലാതെ അല്ലാതെ ഇല്ല എല്ലാ കാര്യത്തിനും. കാരണം എന്നാൽ ഒന്ന് വീഡിയോ എടുക്കണതിന് ക്ഷമ വേണം. കാരണം നമ്മൾ 3-4 ടേക്ക് പോകുമ്പോൾ കൂടുതലാൾക്ക് ക്ഷമ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബസ്സിലാണുള്ളത്. നേരെ പോയോണ്ട് കേട്ടോ. നല്ല വെയിലാട്ടോ. ഇനി നമ്മളിവിടുന്ന് താഴത്തുനിന്ന് ബസ് കയറണം. നല്ല വെയിലാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ പറഞ്ഞാൽ ഈ ഡെലിവറി ബോയ് ഉണ്ടാവുമല്ലോ, ബൈക്കിൽ പോകണം. അവരുടെ കാലയ്ക്കും വല്ലാത്ത എത്താട്ടോ. കാരണം മറ്റവർക്കാണെങ്കിൽ കാറിൽ AC കൊണ്ട് പോവാക്കാം. പക്ഷേ ഡെലിവറി ഡ്രൈവർമാരെ കാര്യമാണ് കുറച്ച് ഈ വെയിലത്ത് പോകണത്. പിന്നെ ഔട്ട്ഡോർ പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമ്മളിത് ബ്രിഡ്ജ് കയറി ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങിയിട്ട് അവിടെ നേരെ ബസ് പിടിക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രിഡ്ജാട്ടോ ഈ ഗോൾഡ് സൂക്കിൽ. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ബസ് കയറിയിട്ടുണ്ട്. 17-ാം നമ്പറുള്ള ബസ്സാണ് കയറിയത്. അപ്പോൾ നേരെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. നല്ല വെയിലുണ്ട് അവിടെ. നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വരുന്നിടത്ത് ഈ സമയത്ത് വെള്ളം അതുപോലത്തെ എല്ലാ പാനം കൊടുക്കും. കാരണം ഈ ചൂട് സമയത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാവണം. അപ്പം തന്നെ സർവീസ് ഉണ്ടാവണം. സോഷ്യൽ സർവീസ് ചെയ്യുന്നതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നല്ല ചൂടാണ്. നല്ല ചൂടാണ് പുറത്ത്. നിൽക്കാൻ പറ്റാത്ത ചൂടറിയില്ല. എങ്ങനെയാണെങ്കിൽ നല്ല ചൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ബസ്സിൽ പോയെടുക്കുക. ഇനി അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നോക്കാം. ബസ് ഇറങ്ങിയാണ്ട് ഒരുപാട് നടക്കാണ്ട് കേട്ടോ. കാരണം നമ്മൾ ബസ് ഇറങ്ങി നേരെ സിഗ്നൽ സൈഡിലേക്ക് നടക്കണം. ഡയറക്റ്റ് ഒരു ക്രോസിംഗ് പിടിച്ചെങ്കിലും ഇടായിരുന്നു, അതുമില്ല. അപ്പോൾ നമ്മൾ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് എടുക്കണം. ആ കാണാണ് എന്ത് ഫിഷ് മാർക്കറ്റ്. അവിടെ എത്തണം. നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ എത്തണം. റോഡ് പോകണം. ഇവിടെ നിന്ന് കാണുന്ന സിഗ്നലിലെത്തി അവിടെ നിന്ന് ക്രോസ് ചെയ്യണം നമ്മൾ. അങ്ങനെ നമ്മൾ ഫൈനലി വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ എത്തിയിട്ടു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ എന്ത് ചെയ്തു, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടോ. പുറത്ത് നല്ല വെയില മക്കളെ. സിഗ്നലിലാണെങ്കിൽ അതിലും വലുത്. പോരാത്തന്നെ നമ്മൾ ബസ് ഇറങ്ങി ഒരുപാട് ദൂരം നടക്കും വേണം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വണ്ടി ആയിട്ട് വരിക. എല്ലാം തന്നെ ടാക്സിക്ക് പൈസ ഉണ്ട്, ടാക്സി അടിച്ച് വരിക കയ്യിലാക്കാൻ. ഓക്കെ, ഓൾറെഡി ഞാൻ ഇമ്മാതിരി വെയിലുള്ള ടേണൊക്കെ വന്ന് കിടക്കുക. അയ്യോ, ഈ വെയിലത്തൊക്കെ നടക്കണ അവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ കുറച്ച് ടയേർഡാണ്. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് IT പ്രൊഡക്റ്റ് ഒന്ന് സെയിൽ ചെയ്യാണ്ട് അതൊന്ന് കൊടുത്തിട്ട് വരാം കസ്റ്റമറുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫിഷ് വാങ്ങാനുണ്ട്. ഓക്കെ, ഇവിടെയുള്ള ഷോപ്പുകളാണ് പെറ്റിൻ്റെ ഷോപ്പ്, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ. കേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ആധുനിക കാലത്ത് ടൈപ്പ് റൈറ്റർ, സൈക്കിള്, ടെലിഫോണ്, TV, ക്യാമറ, അതൊക്കെ. അതായത് ഇവിടെ ആധുനിക കാലത്തുണ്ടായ എല്ലാ പൊരുളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടോ. ഓട്ടോപിക്ക് കാര്യങ്ങൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ ഉള്ളിൽ തന്നെ. ഇപ്പം ഞാൻ നിൽക്കണമെന്നാൽ ബീഫ്, മട്ടൻ, ചിക്കനൊക്കെ ഉള്ള സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടു, അവിടെ സാധനം കൊടുത്തു. അത് കഴിഞ്ഞാൽ നേരെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ, അതായത് മീൻ സെക്ഷനിൽ പോയി. അവിടെ മീനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ ഒരു ചേട്ടനെ കണ്ടില്ലേ, ഈ ചേട്ടനെ കണ്ടു നിങ്ങളാ യൂട്യൂബറല്ലേ ചോദിച്ചു. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്തത്. പക്ഷെ അവരുടെ അടുത്ത് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ.
മത്തിയാവട്ടെ, കോരാവട്ടെ, അതുപോലെ തന്നെ ചെമ്മീനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് മീനായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഐസ്ക്രീം സെക്ഷൻ ഉണ്ടായിരുന്നു 2 ദിറംസിൻ്റെ. അവിടെ പോയി എല്ലാ ഫ്ലേവറും ഓരോ കുറച്ച് എടുത്തുണ്ട്. എനിക്ക് മൊത്തം എമൗണ്ട് വന്നത് 3 ദിറംസാണ് ഈ ഐസ്ക്രീമിന്. ഐസ്ക്രീം വാങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഐസ്ക്രീം 2 ദിറംസിൻ്റെ ഐസ്ക്രീമുള്ള ഒന്ന് ഗുറേർ മാളിലും ഒന്ന് നമ്മളെ ഫിഷ് മാർക്കറ്റിലാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു 5 ദിറംസിന് ടൊമാറ്റോ വാങ്ങി. കാരണം 1 കിലോ തക്കാളിക്ക് ഇവിടെ 4 ദിറംസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 5 ദിറംസിൻ്റെ തക്കാളി വാങ്ങി നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടു. അപ്പം ഞാൻ പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് 20 ദിറംസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് പർച്ചേസ് ചെയ്യാമെന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആകെ മീനിന് ചിലവ് വന്നത് പറഞ്ഞാൽ 10 ദിറംസാണ്. കാരണം 5 ദിറംസിന് നമുക്ക് 2 കിലോ മത്തിയും അതുപോലെ തന്നെ 1 കിലോന് മറ്റേ പുതിയാപ്പിള കോരല്ലേ അതും കിട്ടിയിട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയാണ്ട് പിന്നെ എന്താ തക്കാളി വാങ്ങി ഒക്കെ ഒന്നായിട്ട് ഇപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് വന്നതാണ് 15 ദിറംസാണ്. 10 ദിറംസ് മീനുമായി 5 ദിറംസ് ടൊമാറ്റോക്കുമായി. അപ്പോൾ ബാക്കി 5 ദിറംസാണ്. അപ്പം ഇനി നമുക്ക് എന്തൊക്കെ ക്ലീൻ ആക്കണം. കാരണം ക്ലീൻ ആക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനും നല്ലത് നമുക്ക് വീട്ടിൽ വന്നിട്ട് ക്ലീൻ ആക്കാമല്ലോ വിചാരിച്ചുകൊണ്ട് അടുത്തുനിന്ന് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കണം. അത് 1.5 പണി തന്നെ. ഓക്കെ, അപ്പം ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു.